ആദ്യത്തെ ഡ്രാമയിൽ അവിടെ അഭിനയിക്കുന്ന സമയത്ത് ഒരു ഹിജഡ പോലത്തെ ഒരു വേഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാൻസർ ആകുമ്പോൾ അങ്ങനത്തെ വേഷങ്ങളാണ് അധികം ആൾക്കാരും പറയുക, വേറെ ഒന്നും നോക്കൂല, ഇനി ഇത് ചെയ്താൽ മതി. അപ്പം ഞാൻ കിട്ടുന്നത് ചെയ്തു. പക്ഷേ എന്നെ ഏറ്റവും വലിയ എനിക്ക് കലോത്സവ സിനിമ തന്നതിന് കൊണ്ടല്ല ഞാൻ സാറിനെ വിളിക്കുന്നത്. സാർ എൻ്റെ ഉള്ളിൽ എനിക്ക് ഫസ്റ്റ് പടം കുട്ടികളുണ്ട് സൂക്ഷിക്കുക പടത്തിലേക്ക് വിളിക്കുമ്പോൾ അതിനൊരു വില്ലനെ തന്നപ്പോൾ ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞ് ഈ സാർ എന്താ തെറ്റിപ്പോയതാണോ, എനിക്കെന്തിനാ വില്ലനാക്കിയത്, ഞാൻ ഹിജഡ പോലെ അഭിനയിച്ചപ്പോൾ അങ്ങനത്തെ വേഷങ്ങളല്ല, ഒരു ഡാൻസറല്ലേ ഞാൻ, എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് സാർ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. അല്ല എനിക്ക് സിനിമ സാർ തന്നതുകൊണ്ട് അല്ല, സാറിന് എന്നിൽ ആ ഒരു വിശ്വാസം, ഞാൻ എപ്പോഴും പറയും എനിക്ക് വിശ്വാസമാണ് ഭയങ്കര. അപ്പോൾ സാറ് അതേ സാറ് എന്നെ സീരിയലിലും വില്ലനാക്കി, പിന്നെയും വില്ലനാക്കി, ഇപ്പോഴും ഒരു ഇഷ്ടം മാത്രം എന്ന് പറഞ്ഞ സീരിയലിൽ നല്ലൊരു വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷൽഗ മേഡം എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കഥക്ക് എൻ്റെ നിന്ന് പഠിച്ചിട്ടൊരു പെർഫോമൻസ് ചെയ്ത് ഞെട്ടിപ്പോയി. കാരണം ഭയങ്കര എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു ഡാൻസർ ആവുന്ന കാര്യത്തിൽ അത് പ്രൂവ് ചെയ്തു. പിന്നെ ജയരാജയുടെ എന്താ പറയുക, ജയരാജിന് ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് വന്നിട്ട് ഒരു പാട്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞ് ഒരു വെസ്റ്റേൺ ഉണ്ട് ഒന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സാറ് കളിച്ചിട്ടുണ്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട്. സാറിന് വളരെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. സാറിന് എന്തുണ്ടെങ്കിലും എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് സാറ് വന്നെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ദിനേഷ് കോടിയിൽ നല്ലൊരു കൊറിയോഗ്രാഫറാണ്, കോഴിക്കോടുകാരനായിപ്പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം എവിടെ കിട്ടുന്ന ചാൻസ് ഒക്കെ ഇങ്ങനെ അലയണം, ആ അലച്ചൽ എവിടെയുണ്ടോ അവിടെ തേടലുണ്ടെങ്കിൽ കിട്ടും. പിന്നെ എനിക്ക് നമ്മുടെ ഡയറക്ടർ സാർ, ഞാനൊരു തമിഴ് ഷോർട്ട് ഫിലിമിൽ, ഷോർട്ട് ഫിലിം എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷെ ഒരാളെ എന്നെ വിളിച്ചു ഒരു തമിഴ് ഷോർട്ട് ഫിലിമിൽ ഒരു ചെട്ടിയാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അഭിനയിക്കണം. അപ്പം ഞാൻ ബേസിക്കലി തമിഴനായതുകൊണ്ട് എനിക്ക് തമിഴ് അറിയാം, അത് നോക്കാൻ തോന്നുന്നു, എനിക്ക് തമിഴിനോട് ഇഷ്ടമുള്ളതുകൊണ്ട്. പക്ഷെ ആ ചെട്ടിയാർ എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ സാറാണ് അവിടെ, പ്രശാന്ത്ജിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പുള്ളി എന്നെ നന്നായിട്ട് പറയുമ്പോൾ എന്നോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞ് ഞാൻ ഒരു സിനിമ ചെയ്യും, നിങ്ങളെ ഞാൻ വിളിക്കുന്നു. ഇതെല്ലാവരും എന്നോട് പറയുന്ന അത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചു, ആ ക്യാരക്ടർ പറഞ്ഞു, അത് തന്നെ. പിന്നെ പ്രൊഡ്യൂസർ സാർ അന്നും ഇന്നും എന്നോട് എന്താ പറയുക, നമ്പ്യാർ സാർ എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് നിന്നത്. എന്നോടൊന്നും അങ്ങനെ ഒരു കാണിച്ചിട്ടില്ല. എനിക്ക് സിനിമ ഒരു വേഷം തന്നപ്പോൾ ഞാൻ സീരിയലിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ സിനിമയിൽ കിട്ടൂല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സീരിയൽ അഭിനയിച്ച കഥ പ്രൊഡ്യൂസറോട് പറഞ്ഞില്ല. പക്ഷെ പ്രൊഡ്യൂസറില്ല, ഫസ്റ്റ് ഞാൻ കയറി വന്നപ്പോൾ തന്നെ എന്നോട് തന്നെ നന്നായിരുന്നു കേട്ടോ സീരിയലിൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി, അയ്യോ എന്നെ ഒഴിവാക്കാനാണോ. പക്ഷേ എന്നോടൊന്നും പറഞ്ഞ സീരിയൽ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അഭിനയത്തിനോട് ഇഷ്ടമാണ്.